അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്താഭരിതമായ ദിവസത്തിന്റെ പ്രധാന തലക്കെട്ടുകൾ അതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല ദിവസം ആശംസിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം. കോടതി വാർത്തയിലേക്കാണ് ആദ്യം. കുടഞ്ഞെറിഞ്ഞു കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4.5 വർഷമായിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളെപ്പറ്റി പരാമർശമുണ്ടായിട്ടും എന്തുകൊണ്ട് നിശബ്ദമായെന്ന് കോടതി ചോദിച്ചു. ഓഡിയോ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കള്ളക്കളികളിൽ സർക്കാർ കനത്ത പ്രഹരമാണ് ഹൈക്കോടതിയിൽ നിന്നും നേരിട്ടത്. റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തുവെന്ന് ചോദിച്ച കോടതിയോട് വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും സർക്കാർ മറുപടി നൽകി. എന്നാൽ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിൽ നടപടി വൈകിയതിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാടാണ് കേരളമെന്നും ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നമാണെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അസംഘടിത മേഖലയിലെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേസിൽ മാധ്യമവിചാരണ പാടില്ലെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇരകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നും മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ ഹൈക്കോടതി താരസംഘടന അമ്മയെ കക്ഷി ചേർത്തു. പ്രത്യേക ബെഞ്ചിന്റെ അടുത്ത സിറ്റിംഗ് ഒക്ടോബർ 3-നായിരിക്കും. 24 കൊച്ചി. ഹേമ കമ്മിറ്റിക്ക് മുമ്പിലെ പരാതികൾ കൃത്യമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൊഴി നൽകാത്തവർക്കും പരാതി നൽകാം. രാജ്യത്ത് ഇത്തരം ഇടപെടൽ നടന്നത് കേരളത്തിൽ മാത്രമാണെന്നും മുഖ്യമന്ത്രി പറയുകയാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നയപരമായ പരിശോധനകളും തുറന്നു വരികയാണ്. എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംവിധാനം നാം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. TN ഹരികുമാർ പറയുകയാണ്, ചെറുവിരൽ കാണാനില്ലെന്ന് പറയുകയാണ്. ചെറുവിരൽ അനക്കാത്ത കോടതി ചോദ്യത്തിനാണ്. പക്ഷേ കോടതി ഇന്ന് ചെറുവിരൽ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരിനെ അത് ചൂണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടം അതിലുണ്ട് എന്നൊരു മുന്നറിയിപ്പ് സ്വഭാവത്തിൽ തന്നെ കോടതി പറയുകയുമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളാണ് കോടതി ഇന്ന് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലൈംഗികാതിക്രമ കുറ്റകൃത്യങ്ങൾ ഒളിച്ചുവെക്കുന്നത് കുറ്റകൃത്യമാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതാണ് നീതി. പോക്സോ ആക്ടിന്റെ 21-ഉം BNSന്റെ 199 CU അനുസരിച്ച് ഇതുപോലത്തെ സെക്ഷൽ ഒഫൻസ് സ്ത്രീകൾക്കെതിരെ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു ഒഫൻസാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നെ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അപ്പോൾ ഞങ്ങൾ പറയാം അത് ശരിയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ടത്. സർക്കാർ എടുത്തത് അതല്ല. സ്ത്രീ വിരുദ്ധ നിലപാടാണ്. ഇരകളോടൊപ്പം ആയിരുന്നില്ല, വേട്ടക്കാരോടൊപ്പം ആയിരുന്നു. പ്രതികളെ സംരക്ഷിച്ച സർക്കാരിന് കോടതിയിൽ നൽകാൻ മറുപടി ഉണ്ടോ എന്നായിരുന്നു KPC അധ്യക്ഷൻ K സുധാകരന്റെ ചോദ്യം. അപ്പോൾ എന്തായാലും അതിൽ SITക്ക് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ ഓഡിയോ വീഡിയോ തെളിവടക്കം പൂർണ്ണാർത്ഥത്തിൽ കൈമാറുക എന്നാണ് കോടതി പറയുന്നത്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് SIT കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇത്രനാളും തുടർന്ന ഒരു മെല്ലെപ്പോക്കിനി അതിൽ കഴിയില്ല. കോടതി അതിൽ കർശനമായി നോക്കുന്നു എന്ന ഒരു നല്ല വാർത്തയാണ് കോടതിയിൽ നിന്നുണ്ടായത്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, മുഖ്യമന്ത്രി മൗനം തുടരുമ്പോഴും ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതൃപ്തി ശക്തമാക്കുന്നു CPI. ADGP ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ടത് എന്തിന് എന്ന ചോദ്യം ഇന്ന് ചോദിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ADGPക്കെതിരെ നടപടി വേണമെന്ന കടുത്ത നിലപാട് നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ CPI ഉന്നയിക്കും. 10 ദിവസത്തെ ഇടവേളകളിൽ 2 RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച രഹസ്യ അജണ്ടയെന്ന പ്രതിപക്ഷ വിമർശനം ശക്തമാണ്. പാർട്ടിയും മുന്നണിയും ബാധിക്കുന്ന വിഷയമായി ഇതുയർന്നിട്ടും നടപടിയെടുക്കാതെ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി. അജിത് കുമാർ RSS നേതാക്കളുടെ കൂടിക്കാഴ്ച വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാനാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷം പ്രത്യക്ഷമായി കടന്നാക്രമിക്കുന്നു. ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിലും ശക്തമായി ഉയർന്നു വന്നിരുന്നു.
എന്നാൽ ഇതിനും മുഖ്യമന്ത്രി ചെവി കൊടുത്തില്ല. ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. ആഭ്യന്തര വകുപ്പ് പ്രത്യേക റിപ്പബ്ലിക്കായി നിലകൊള്ളുന്ന വിമർശനവും ഇടതുമുന്നണിക്കുള്ളിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ള അതൃപ്തി പരിഗണിച്ച് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം CPM-നുള്ളിൽ തന്നെയുണ്ട്. ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോ നാളെയോ മറുപടി പറഞ്ഞേക്കും. 24 തിരുവനന്തപുരം. കൂടിക്കാഴ്ച വിവാദത്തിൽ സർക്കാരിനെയും CPI പ്രതിരോധത്തിലാക്കുന്നു. സ്പീക്കർ AN ഷംസീറിന്റെ RSS അനുകൂല പരാമർശം പ്രതിപക്ഷത്തിന് ആയുധമാവുകയാണ്. RSS പ്രീണനത്തിന്റെ തെളിവാണ് പരാമർശമെന്ന് KPC അധ്യക്ഷൻ K സുധാകരൻ ആരോപിച്ചു. സ്പീക്കറെ തള്ളി CPIM രംഗത്ത് വന്നു. ഇതോടെ CPIM RSS അന്തർധാര എന്ന പ്രചരണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷം നിരന്തരം ആരോപിക്കുന്നത്. ദത്താത്രേയ ഹൊസബാളെ, റാം മാധവ് എന്നീ RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത് പിണറായി വിജയന് വേണ്ടിയെന്നാണ് വാദം. MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു. ഇതിനിടെയാണ് സ്പീക്കർ AN ഷംസീർ കൂടിക്കാഴ്ചയെ പിന്തുണച്ച പരാമർശം നടത്തിയത്. AN ഷംസീറിൻ്റേത് RSSനുള്ള മംഗളപത്രമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. LDF-ൽ ഇനിയും തുടരണോ എന്ന് CPI ആലോചിക്കണമെന്നും K മുരളീധരൻ. RSSന് മംഗളപത്രം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനും BJP-യുമായിട്ടുള്ള അന്തർധാരയുടെ ഒരു ഭാഗം തന്നെയാണ്. മുന്നണിയുടെ LDF-ന് വേണോ എന്ന് പോലും CPI ആലോചിക്കേണ്ട സമയമായി. സ്പീക്കറുടെ പരാമർശത്തിൽ CPIക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. AN ഷംസീറിനെ പോലെയുള്ളയാൾ ഒഴിവാക്കേണ്ട പ്രസ്താവനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗാന്ധിവധത്തിൽ നിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഷംസീറിനെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. തൃശൂർ പൂര വിവാദവും ADGP RSS കൂടിക്കാഴ്ചയും പരമാവധി സർക്കാരിനെതിരായ വികാരമാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. 24 തിരുവനന്തപുരം. സ്പീക്കറുടെ പരാമർശം ക്രിയാത്മകമായ കാര്യം എന്ന് പറയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്താണ് മാഷ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാവട്ടെ. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് PV അൻവർ MLA നാളെ വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. MR അജിത് കുമാറിനെ മാറ്റാതെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഭരണപക്ഷ MLA ചോദ്യം ചെയ്യുന്നത്. SP സുജിത് ദാസിനും MR അജിത് കുമാറിനുമെതിരെ മരം മുറിക്കൽ, സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് PV അൻവർ ആദ്യം മുഖ്യമന്ത്രിയെ സമീപിച്ചത്. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായും MLA വിട്ടുനിന്നു. ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും കടുപ്പിക്കുകയും ചെയ്തു. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെടുന്നു. ഇത് രേഖാമൂലം എഴുതി നൽകാനാണ് നാളെ മുഖ്യമന്ത്രിയെ കാണുന്നത്. SP സുജിത് ദാസിനെ ഫോൺ വിളിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തെങ്കിലും ADGPയുടെ സ്ഥാനത്തിന് ഇതുവരെയും ഇളക്കം പറ്റിയില്ല. മാത്രമല്ല, കീഴുദ്യോഗസ്ഥരാണ് ആരോപണങ്ങൾ അന്വേഷിക്കുന്നതും. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണ ശരങ്ങളുടെ മൂർച്ച അൻവർ കൂട്ടുകയാണ്. അതിന് പിന്തുണയും ലഭിക്കുന്നു. ഒരു ഭരണപക്ഷ MLA തന്നെ നടത്തുന്ന ഈ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ പുതിയ ചലനമാണ്. 24 മലപ്പുറം. വർഷം പറയുകയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ചെറുതായെങ്കിലും ഒരു മാറ്റം ആ മേഖലയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും ചെറുതല്ല, വലിയ മാറ്റങ്ങൾ വരുത്തണം. കാര്യം കോടതി ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ വേണ്ട ഗൗരവത്തിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു മാറ്റം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് പിന്നാലെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് ജെറി അമൽദേവ് 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. CBI രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത്. CBI, സുപ്രീം കോടതി എന്നിവയുടെ മുദ്ര പതിപ്പിച്ച രേഖകൾ ആദ്യം അയച്ചു നൽകി. പിന്നാലെ കേസിൽ പ്രതിയാക്കാതെ ഇരിക്കാൻ 1,70,000 രൂപ ആവശ്യപ്പെട്ടുവെന്ന് ജെറി അമൽദേവ്. മണി ലോണ്ടറിങ്ങിൽ ഇൻവോൾവ് ആണ്, കോടികളുടെ തിരിമറി നടത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് താങ്കളുടെ പേര് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2.5 കോടി രൂപ എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതാരോടും പറയാൻ പാടില്ല. ഇന്ത്യൻ സീക്രട്ട് ആക്ട് പ്രകാരം നിങ്ങൾ ഇതാരോടും പറയും. അങ്ങനെ എന്നെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇതാരോട് സംസാരിക്കരുത്. ഒരാഴ്ചയാണ് ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം നേരിട്ടത്. ഒടുവിൽ പണം നൽകാൻ തീരുമാനിച്ചു.
ചാത്തിയാത്തുള്ള ഫെഡറൽ ബാങ്കിലെത്തി പണം പിൻവലിക്കുന്ന സമയത്ത് ബാങ്ക് മാനേജറാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു. പുള്ളി ഇയർഫോണിലാണ് സംസാരിക്കുന്ന അവരോട്. അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ബാങ്കുമായിട്ട് അധികം സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ. അവർക്ക് UTR നമ്പർ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ വേറൊന്നുമല്ല, നമുക്കിത് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇതൊരു വേറൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ പിന്നെയും നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നിയേനെ. ഇതൊരു നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിട്ട് തോന്നി. ബേസിക്കലി ഒരു മുക്തിയാർ നഗർ ബ്രാഞ്ച്, അങ്ങനെ ഒരു ന്യൂഡൽഹിയിലെ ഒരു ബ്രാഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ സാർ അപ്പോഴത്തേക്ക് റൈസായി. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ആളുകളെയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. ലക്ഷങ്ങൾ നഷ്ടമായ ആളുകൾ ഈ പട്ടികയിലുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ട് സമീപിച്ചാൽ പോലീസിനെയോ അടുത്ത ബന്ധുക്കളെയോ വിവരമറിയിക്കണം, അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും. നന്ദകിഷോറിനൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ബംഗളൂരുവിലും തട്ടിപ്പ്. പോലീസ് സ്റ്റേഷന്റെ സെറ്റിട്ട് വീഡിയോ കോളിലൂടെ IT ജീവനക്കാരനായ തൃശൂർ സ്വദേശി ലിൻഡോ ജോസഫിനെ കബളിപ്പിക്കാനാണ് നീക്കം നടന്നത്. മുംബൈയിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് അറിയിച്ചായിരുന്നു തട്ടിപ്പ്. मतलब मैं कुछ नहीं बोला था, आपने कॉल करके मेरे को बोला था वो मेरा नाम पे कुछ अकाउंट कॉल किया, उधर पैसा का कुछ गड़बड़ किया, वैसे बोल रहा था. हाँ, मेरा तरफ एक कंप्लेंट है वैसे बोला था. तो तुमने कॉल कट कर दी थी? हाँ, मैं तो डर के थोड़ा कॉल कट कर दिया था. ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ തന്നെ സെറ്റിട്ട് കാക്കിയിട്ട് ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ആരും ഒന്ന് പതറിപ്പോവും. നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞാൽ സമ്മർദ്ദത്തിലാവും. കേസിന്റെ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജരേഖകൾ വരെ സംഘം അയച്ചു കൊടുക്കും. പിന്നെ അടുത്ത നടപടി ഡിജിറ്റൽ കസ്റ്റഡിയാണ്. മണിക്കൂറുകളോളം സമ്മർദ്ദമുണ്ടാക്കും. ഒടുവിലാണ് കേസ് തീർക്കാൻ പണം ആവശ്യപ്പെടുക. കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഇത്തരത്തിലൊരു കോൾ എനിക്ക് വന്നത്. കോൾ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കതൊരു ജെന്യൂനിറ്റി പോലെ തോന്നിയില്ല. അപ്പൊ അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വീഡിയോ കോളിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ഊട്ടിയിൽ നിന്നാണ് കാണാതായത്. ഊട്ടി കുനൂരിൽ എന്നാൽ ഫോൺ ഒന്ന് ഓണായി എന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ പറയുന്ന വിഷ്ണുജിത്തിനെ ഊട്ടിയിലെ കുനൂരിൽ നിന്ന് കണ്ടെത്തിയത്. വിവാഹത്തിന് അടുത്ത ദിവസങ്ങളാണ് വിഷ്ണു അങ്ങോട്ടേക്ക് പോയത്. ഇനി എന്താണ് പോയത്, വിഷ്ണു എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തണം. എന്തായാലും അത് വലിയ ആശ്വാസം. വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്ന വാർത്ത വരുന്നു. ഊട്ടി കുനൂരിൽ നിന്നാണ് വിപിൻ സി വിജയൻ ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. വിപിൻ, ഈ കണ്ടെത്തിയതിനെ പറ്റി പോലീസ് പറയുന്നത് എന്താണ്? അശ്മി, 6 ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. വിഷ്ണുജിത്ത് ഊട്ടിയിലാണ് ഉണ്ടായിരുന്നത്, കൂനൂർ ഏരിയയിലായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ 6 ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഓണായത്. അതോടുകൂടി ഏത് ഭാഗത്താണ് വിഷ്ണുജിത്ത് ഉള്ളത് എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ SP-യുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം അല്ലെങ്കിൽ എവിടെയായിരുന്നു എന്നതിനെയൊക്കെ സംബന്ധിച്ച് വിശദമായി തന്നെ പറയാം എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അവിടെ എന്തിനു പോയി എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി ഒരു വ്യക്തത വരണം. ഏകദേശം 1 ലക്ഷം രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 90,000 രൂപയാണ് വിഷ്ണുജിത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതുമായി വിവാഹത്തിന്റെ തലേ ദിവസം തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് കരുതിയെടുത്തുന്നാണ് വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. അതോടുകൂടി വിവാഹം മുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഈ വിവാഹം മുടങ്ങിയതോടുകൂടി തന്നെ വീട്ടിലൊക്കെ ശോകമുഖമായ ഒരു അന്തരീക്ഷമായിരുന്നു. 6 നാളായി എവിടെയാണ് വിഷ്ണു ഉള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ വലിയ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പാലക്കാട്ട് നിന്ന് കോയമ്പത്തൂർ KSRTC-യിലേക്ക് വിഷ്ണുജിത്ത് കയറി പോകുന്നതിന്റെ ഒരു CCTV ദൃശ്യം പുറത്തു വന്നത്. ഇത് 24 പുറത്തു വിട്ടതോടുകൂടി തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവായി മാറി. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വിഷ്ണുജിത്ത് പോയി എന്നതിന്റെ അത് വ്യക്തമാക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ. അതോടുകൂടി കോയമ്പത്തൂരിലേക്ക് 2 അംഗ സംഘമായി തന്നെ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഫോൺ ഓൺ ആവുകയും ഊട്ടി കൂനൂർ മേഖലയിൽ നിന്ന് ഈ ഫോണിന്റെ സിഗ്നൽ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ നടത്തുന്ന തിരച്ചിലാണ് ഇപ്പോൾ ഫലം കാണുന്നത്. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി കേരളത്തിലേക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും. അശ്മി, വിപിൻ, ഇവിടെ പോലീസിന് ഏറ്റവും പ്രശ്നമായിരുന്നത് ഈ വിഷ്ണു ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഫോൺ ഭാഗ്യത്തിന് വീട്ടുകാരുടെ പ്രാർത്ഥനയോ മറ്റോ ഭാഗ്യത്തിന് ഓണാക്കി. അതല്ലേ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത്?
അതെ, വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഇപ്പോൾ വിഷ്ണുജിത്ത് എങ്ങോട്ടേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും വീട്ടുകാർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. കാരണം രാവിലെ ഉണരുന്നു, 4-ാം തീയതി രാവിലെ വിഷ്ണുജിത്ത് ഉണർന്ന് പാലക്കാട്ടിലേക്ക് പോവുകയാണ്. വിവാഹത്തിന് ഒറ്റ മിനിറ്റ് പിന്നെ ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ അമ്മ ജയ ചേരുന്നു. അമ്മ കേൾക്കാവോ? കേൾക്കാം. എന്തായാലും ഇപ്പൊ അതാ ഊട്ടി കുനൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മകനെ. സന്തോഷമായോ? സന്തോഷായി. ഇവിടെ കൊണ്ടുതരില്ലേ? ഹലോ, ഈ ഫോൺ ഓൺ ആയതിന്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ മോനെ കണ്ടെത്തിയെന്നാ പറയുന്നത് പോലീസുകാര്. അവന് ചോദ്യമൊന്നും ചെയ്ത് വിഷമിപ്പിക്കരുത്, കൊണ്ടുവരുന്ന വേഗം. എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്ന അമ്മ പറയുന്നത്. പെട്ടെന്ന് പറയുന്നത്. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും നിങ്ങൾ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. അത് പറയാം, അതുണ്ടാവില്ല. എന്നാലും എന്തിനായി പോയെന്ന് വല്ല പിടുത്തമുണ്ടോ ഇപ്പോ? അറിയില്ല, അത് അവൻ വന്ന് ചോദിച്ചാലേ അറിയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിളിച്ച് പറയുമ്പോഴാണോ അമ്മ അറിയുന്നത് കണ്ടെത്തിയ കാര്യം? എന്ന് പറഞ്ഞാൽ ഫോൺ ഓണായി എന്നുള്ളതാണ്. ഇത്ര നാൾ ഫോൺ ഉപയോഗിക്കാൻ ഇരിക്കാനും തോന്നുന്നു. ഫോൺ ഓണായി എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായെന്നാ പറയുന്നത്. വരുമ്പോ ചോദിക്കോ? വരുമ്പോ പിടിച്ചെടുത്ത് ചോദിക്കണം, എന്തിനാ പോയെന്ന് ചോദിക്കണം. ചോദിക്കാം. എന്തായാലും പോലീസുകാർ ചോദിക്കൂല, അത് അമ്മാനെ ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം മുടങ്ങി, അതി സങ്കടം ഉണ്ടാവും. എന്നാൽ പോലും ഈ അടുത്ത കല്യാണമൊക്കെ നോക്കാലോ അല്ലേ? അതൊന്നും പ്രശ്നമല്ല, അത് പറഞ്ഞ് ശരിയാക്കാം. അവൻ വന്നാ മതി. വരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അധികം വൈകില്ല. അവിടുന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, പോലീസിന്റെ കൂടെ ഉണ്ട്. പെട്ടെന്ന് ഇന്ന് വൈകിട്ടോ നാളെയോട്ടൊക്കെ കൊണ്ടുവരുന്നാ പറയുന്നത്. നാളെ ഇന്ന് കൊണ്ടുവരൂലേ? ഇന്ന് വൈകിട്ട് കൊണ്ടുവരും. ഇന്ന് വൈകിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ദൂരം ഉണ്ടല്ലോ, അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടാവില്ലേ? അപ്പൊ ആ ദൂരത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും അമ്മ പറഞ്ഞ പോലെ ഇപ്പൊ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വാർത്ത കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഒന്ന് പറയണം, അവന് ടെൻഷൻ പറ്റാത്ത ആളാവ്. വിഷമിപ്പിച്ചിട്ട് ഇനി വീണ്ടും എന്തെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന കൂട്ടത്തിലുള്ള ആളാണോ ഈ വിഷ്ണു? അവന് പെട്ടെന്ന് ടെൻഷൻ വരും, നെഞ്ചുവേന വരുന്ന പോലത്തെ ഉണ്ട് എന്നൊക്കെ അവൻ പറയാറുണ്ട് ടെൻഷൻ വരുമ്പോ. അപ്പൊ അവന് മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ആരുടെ ഭാഗത്തൊന്നും ഇല്ലാതിരുന്നാല്. അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയതാണ്, അവൻ പോയി. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീണ്ടും അതന്നെ ചോദിച്ച് അവന് വിഷമിപ്പിക്കാതിരുന്നാല്. ഈ ചെറിയ സാമ്പത്തിക പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അതായിരിക്കും കാര്യമല്ലേ? അതന്നെയായിരിക്കും. പൈസ എങ്ങനെയെങ്കിലും മിസ്സായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ വരാതിരുന്നത്. അതൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്ന അവനും വിചാരിക്കുന്നുണ്ടാവില്ല. എന്തായാലും പറ്റിപ്പോയി, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. അത് സാറില്ല. ഈ ഊട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഊട്ടിയിലൊന്നും ബന്ധുക്കളില്ല. ചിലപ്പോൾ കൂട്ടുകാരെല്ലാം ഉണ്ടാവുമായിരിക്കും. ഇല്ല, അതുമില്ല. ഇല്ല, ഊട്ടിയില് ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ല. അത് ഈ ലൊക്കേഷൻ നമ്മളിങ്ങനെ ഔട്ടാക്കുന്നോണ്ട് അവൻ അങ്ങനെ മാറി കളിച്ചതായിരിക്കും. അമ്മ ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോകുന്ന. ധൈര്യമായിട്ട് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കട്ടോ. കുറച്ചാളായിട്ട് എന്തായാലും ഭക്ഷണം ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടാവില്ലോ അല്ലേ? എനിക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് അവൻ എവിടെയും പോകില്ല, തിരിച്ചു വരുന്നു ഞാൻ പറഞ്ഞത്. കാരണം എന്നെ നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. ഏട്ടന് സ്ട്രോക്ക് വന്ന ആളാണ്, എന്റെ കാര്യം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. അമ്മ സങ്കടപ്പെടണ്ട. ഈ പ്രായത്തിലുള്ള ചെറിയ എടുത്തിയാട്ടമൊക്കെ അതങ്ങ് മാറും. വരുമ്പോഴത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി കാര്യമൊക്കെ ഒന്ന്. ഈ പ്രായത്തിലേ ചെറിയ എടുത്തിയാട്ടം ഉണ്ടാവുന്നേ, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. കരയല്ലേ, സമാനട്ടിരി. അമ്മ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഫോൺ വെച്ചിട്ട് ഭക്ഷണം കഴിക്കേ, നന്നായിട്ട് ഭക്ഷണം കഴിക്കണേ. എന്തായാലും ഈ ദിവസങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഉറക്കവും ശരിയായിട്ടുണ്ടാവില്ല അല്ലേ? ഭക്ഷണം കഴിക്കേ, എല്ലാം ശരിയാവും. ഞാൻ എന്തായാലും അവനോടധികം കാര്യങ്ങൾ ചോദിക്കല്ലെന്നൊക്കെ ഒന്ന് വാർത്ത കൂടെ പറഞ്ഞേക്കാം. അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അത് വിളിക്കുമായിരിക്കും. അത് ഇപ്പോഴാണ് ഈ വാർത്ത വന്നത്. അപ്പോൾ ചിലപ്പോൾ പോലീസുകാരോ ഒക്കെ വിളിപ്പിക്കുമായിരിക്കും ഫോണിൽ. ഒന്ന് വിളിപ്പിക്കാൻ പറയണേ, പോലീസുകാരെ കയ്യിൽ കിട്ടിയാല്. പറയാം കേട്ടോ, പറയാം. അമ്മ സമാധാനം ഇട്ടിരിക്കും. അപ്പോൾ അമ്മയുടെ മോനൊരു പ്രശ്നമില്ല, അവൻ ആരോഗ്യമായിട്ടിരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ ഒരു എടുത്തിയാട്ടമാണ് ചെയ്തുകൂടാത്തതാണ്, പക്ഷേ എടുത്തിയാടി അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെ സ്വീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമോ മീനൊക്കെ പിടിച്ചു പോയി. അവൻ ആരോഗ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വിഷ്ണുജിത്തിൻ്റെ അമ്മ ജയ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മലപ്പുറം SP ശ്രീ ശശിധരൻ ചേരുകയാണ്. ശശിധരൻ,
ആദ്യം ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, വിഷ്ണുവിൻ്റെ അമ്മ സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് അധികം ചോദ്യം ചോദിച്ച് അവനെ അധികം വേദനിപ്പിക്കല്ലെന്ന് പറഞ്ഞു. അത് ആദ്യം ഒന്ന് അറിയിക്കുക എസ് പി. ഒരിക്കലില്ല, ഒരിക്കലും വിഷമിപ്പിക്കില്ല. കാരണം നമുക്ക് സേഫായിട്ട് സെക്യൂർ ചെയ്യാന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം അതായിരുന്നല്ലോ. അത് നടന്നിരിക്കുന്നു, സാധിച്ചിരിക്കുന്നു. ഈ അന്വേഷണത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ എങ്ങനെയാ കണ്ടെത്തിയ, നമ്മൾ ഇത് അറിഞ്ഞ വഴിക്ക് തന്നെ നമ്മൾ 2 ടീമായിട്ട് തിരിഞ്ഞ് നമ്മൾ പാലക്കാട് ടൗണിൽ കഞ്ചിക്കോട് ഭാഗത്ത് എല്ലാം വളരെ വിശദമായിട്ട് അന്വേഷിച്ചിരുന്നു. വീട്ടുകാരുടെ കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരെല്ലാം നമുക്ക് എല്ലാ ഇൻഫർമേഷൻ തന്നിരുന്നു. ഇയാളുടെ സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം പാലക്കാട് KSRTC വഴി അദ്ദേഹം കോയമ്പത്തൂർ പോയിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. നമ്മൾ കണ്ടെത്തുന്നു. അതെ, കോയമ്പത്തൂരെല്ലാം നമ്മൾ അന്വേഷിച്ചെങ്കിൽ അവിടെ നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ പുറകിലാണ് ഇന്നലെ ഊട്ടി ഭാഗത്തൊരു ലൊക്കേഷൻ കിട്ടിയത്, കൂനൂർ ഭാഗത്ത് ലൊക്കേഷൻ കിട്ടിയത്. അത് കേന്ദ്രീകരിച്ച് ഞാൻ മലപ്പുറം DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അങ്ങോട്ട് തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഊട്ടി പോലീസിന്റെ അവരുടെ സഹായം വളരെ വലിയ സഹായമായിരുന്നു. അവരുടെ കൂടി സഹായത്തോടുകൂടി എൻ്റെ സ്പെഷ്യൽ ടീമും ഊട്ടി പോലീസും കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എസ് പി, ഒരൊറ്റ സമയം ഒരു ചെറിയ മിനിറ്റ് തുടരുമോ? അമ്മ ജയുണ്ട്, വിഷ്ണുവിൻ്റെ അമ്മ ജയുണ്ട്. അമ്മ ഏതാ അവിടുത്തെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറഞ്ഞ നേരിട്ട് അമ്മ തന്നെ പറഞ്ഞോ? സാർ, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം. അവന് വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവരുത്. തീർച്ചയായും വിഷമിക്കണ്ട. തീർച്ചയായിട്ടും സേഫായിട്ട് തിരിച്ചെത്തിച്ചോ. അവൻ ചെയ്തത് തെറ്റാണ് എന്ന് കരുതി അവനെ നമ്മളിപ്പോ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തി അവൻ വീണ്ടും എന്തെങ്കിലും ചെയ്താലോന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവനാരും ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കില്ല കേട്ടോ. അമ്മ എസ് പിയുടെ ഉറപ്പാ? അതിനപ്പുറം ഉറപ്പോളം തരാനില്ല. എസ് പി ഞാൻ ചോദിക്കുന്നത് ഇത് എന്താണ് കാരണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ പോലീസിന് അറിവുണ്ട്. ഇപ്പൊ വിഷ്ണു ഏത് സംഘത്തിനൊപ്പം ഉള്ളത്? നമ്മുടെ പോലീസ് സംഘത്തിനൊപ്പം കൂടെ തന്നെയാണോ? നമ്മുടെ പോലീസ് കൂടെയുണ്ട്. അത് കൂടുതൽ ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ കാര്യങ്ങൾ. അത് പിന്നീട് പറയാം, ചോദിക്കട്ടെ. അതായത് എപ്പോഴത്തേക്ക് വിഷ്ണുവിനെ അമ്മയെടുത്ത് എത്തിക്കാൻ പറ്റും എന്നാണ് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും? കുറച്ചുകൂടി കേട്ടേ പറയാം. ഞാൻ വിശദമായിട്ട് എൻ്റെ ഉദ്യോഗസ്ഥരോട് അവിടെ ഞാൻ കൂടുതൽ കോൺടാക്ട് ചെയ്തിട്ട് പിന്നീട് പറയാം. ഓക്കെ, താങ്ക് യു എസ് പി, താങ്ക് യു. അപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ ടെലിഫോണിലുണ്ടായിരുന്നു. എസ് പിയോട് നേരിട്ട് പറയുകയാണ്, അധികം കാര്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അത് അമ്മയുടെ വേദനയാണ്. അമ്മ ഈ ദിവസങ്ങൾ അത്രയും അക്ഷരാർത്ഥത്തിൽ ആദിപ്പെടുക, തീതിന്നുക എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലിരുന്ന ഒരു അമ്മയുടെ സങ്കടം അമ്മ നേരിട്ട് എസ് പിയോട് പറഞ്ഞു. എസ് പി അത് കേട്ടു. അമ്മ അപ്പോൾ ഒരിക്കൽ കൂടി ഉറപ്പ്, അധികം വൈകാതെ തന്നെ അമ്മയുടെ മകൻ ഒരു പ്രശ്നമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ ആ വീട്ടിലോട്ട് വരാൻ പോവാം. സന്തോഷമായിട്ട് ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ പോലീസുകാരുടെ കയ്യിലുണ്ടോ? ഉണ്ട്. നമ്മുടെ ഇവിടുന്ന് പോയ പോലീസുകാരുടെ കൂടെ വിഷ്ണു ഉണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയുടെ സമയതാമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വരട്ടെ. ഓക്കെ. ഇനി വഴക്ക് പറയാതെ അമ്മ തന്നെ വഴക്ക് പറഞ്ഞാൽ മതി, പോലീസുകാരൊന്നും പറയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അമ്മയുടെ സന്തോഷം നമ്മൾക്ക് കാണുകയും കേൾക്കുകയുമായിരുന്നു. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു കല്യാണത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ എവിടാന്ന് ഒരു പിടുത്തം, ഒരു ഐഡിയ കിട്ടാതിരിക്കുന്നു. പിന്നെ ഫോണിൽ വിളിച്ച് കിട്ടാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ മനസ്സാണ്, അത് വല്ലാതെ വേദനിക്കും. ആ വേദനയ്ക്കുള്ള ഒരു സമാധാനം കിട്ടിയ ഒരു ഉച്ചനേരം കൂടിയാണ് സന്തോഷം. പെൻഷൻ തട്ടിപ്പിൽ കോട്ടയം നഗരസഭയിൽ പരിശോധന. സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടറാണ് പരിശോധന നടത്തുന്നത്. തട്ടിപ്പ് നടന്ന കാലയളവിലടക്കം ഫയലുകൾ പരിശോധിക്കുകയാണ്. ടോബി ജോൺസൺ നിർമ്മിച്ചു ചെയ്യുന്നു. ടോബി, ആ പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? ഹാഷ്മി, കഴിഞ്ഞിടയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഏകദേശം 3 കോടിയോളം രൂപ ഒരു ജീവനക്കാരൻ, അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന ജീവനക്കാരൻ ഈ നഗരസഭയിൽ നിന്നും തട്ടിയെടുത്തത്. ആ അമ്മയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ഈ പെൻഷൻ ഫണ്ട് അധികമായി നൽകുകയായിരുന്നു. പെൻഷൻ അർഹതയില്ലാത്ത വ്യക്തിയുടെ പേരിൽ പെൻഷൻ നൽകുകയായിരുന്നു. അങ്ങനെ വലിയൊരു തട്ടിപ്പ് നടന്നതായിട്ടാണ് പിന്നീട് കണ്ടെത്തുന്നത്. എന്തായാലും ഈ ഒരു തട്ടിപ്പ് നടന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ക്രമക്കേട് നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് എന്നൊരു വിമർശനം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ ഈ ഒരു ക്രമക്കേട് നടന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ സംസ്ഥാന ഓഡിറ്റ് വിഭാഗവും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആഭ്യന്തര ഓഡിറ്റ്, അതായത് നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗം പോലും ഈ തട്ടിപ്പ് നടന്നിട്ട് കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ആ 2 ഓഡിറ്റാണ് നടന്നത് കഴിഞ്ഞ 2 വർഷങ്ങളിൽ. ആ 2 ഓഡിറ്റിലും നഗരസഭയുടെ ഓഡിറ്റിലും അത് ഉണ്ടായിരുന്നില്ല. ഈ ഒരു തട്ടിപ്പ് കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോയി വലിയ വിവാദമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് വിശദമായ പരിശോധനയിലേക്ക് ഇപ്പോൾ ഓഡിറ്റ് വിഭാഗവും വകുപ്പും കൂടി
നടന്നിരിക്കുന്നത്. ഓഡിറ്റ് ഡയറക്ടറാണ് നേരിട്ടെത്തിയാണ് ഈ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ ഒരു വകുപ്പ് തല അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ 4 ഉദ്യോഗസ്ഥരെ നഗരസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതി എന്ന് പറയുന്ന അഖിൽ സി വർഗീസിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയെ പിടിക്കാത്തതിൽ വലിയ പ്രതിഷേധം ഭരണപക്ഷത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷവും ഇതൊരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഓഡിറ്റിലൂടെ കൂടുതൽ തട്ടിപ്പിന്റെ കഥ പുറത്തു വരുമോ എന്നുള്ള എന്ന് നോക്കുകയാണ്. കാരണം ഈ ഒരു പെൻഷൻ തട്ടിപ്പ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയ ക്രമക്കേടുകൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പല കൗൺസിലർമാരും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നഗരസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. ടോബി ജോൺസണാണ്. അസാധാരണമാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേക പശ്ചാത്തലത്തിലെ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. രമേശ് ചെന്നിത്തല, കെ ബാബു, ജോസ് കെ മാണി, VS ശിവകുമാർ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ. ആർക്കെ ഇതിൽ തെളിവില്ല, ആരോപണം മാത്രമേ ഉള്ളൂ എന്നതാണോ കോടതി നടപടി കാരണം? ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഉണ്ടായിരുന്നു ഹാഷ്മി. ഇതിൽ CBI സത്യവാങ്മൂലം നൽകിയിരുന്നു. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന ഒരു സത്യവാങ്മൂലമായിരുന്നു CBI നൽകിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു എന്നും അത് അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നും CBI നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സത്യവാങ്മൂലം കൂടി നിലനിൽക്കുകയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതികൾ തങ്ങളെ ഈ കേസിൽ തളച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു എന്ന വാദം ഉയർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവില്ല. ഒരു സംഘടനാ പ്രസിഡന്റ് അദ്ദേഹം ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിനെ മാത്രം മുൻനിർത്തി തങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തകരായ തങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടക്കമുള്ളവ വിവരിച്ചു. ഇതടക്കം സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. PL ജേക്കബ് എന്ന പൊതുപ്രവർത്തകൻ പ്രശാന്ത് ഭൂഷൺ എന്ന അഭിഭാഷകൻ വഴിയാണ്, മുതിർന്ന അഭിഭാഷകൻ വഴിയാണ് ഈ കേസ് നൽകിയത്. പ്രശാന്ത് ഭൂഷൺ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ വളരെ ശക്തവും ഈ അഴിമതി നിർമ്മാർജ്ജനത്തിന് ഈ കേസ് അന്വേഷിക്കേണ്ടത് അനിവാര്യവുമാണ് എന്ന വാദമാണ് ഉയർത്തിയത്. പക്ഷേ ജസ്റ്റിസ് MM സുന്ദരേശ്, പങ്കജ് മിത്തൽ MM സുന്ദരേശൻ, പങ്കജ് മിത്തലും അംഗങ്ങളായിട്ടുള്ള ബെഞ്ച് ഇത് അംഗീകരിച്ചില്ല. ഈ ഹർജി തള്ളുകയായിരുന്നു. ഓക്കെ. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അലിത്തുണ്ടിയിൽ പറയുന്നു, ആ പയ്യനെ കല്യാണശേഷം പെണ്ണിനെ കൂട്ടി ഊട്ടിപ്പോയ പോലായിരുന്നു, വെറുതെ അമ്മയെ വിഷമിപ്പിക്കാൻ. അമ്മയുടെ വാക്ക് കേട്ട എൻ്റെയും കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ സങ്കടം തോന്നി. എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പം നമ്മൾ ഒന്ന് കരഞ്ഞ് സംസാരിച്ചെങ്കിലും വിഷ്ണുത്തെ വീട്ടിൽ ഒന്ന് നല്ല പിച്ചു കൊടുക്കും. ഒക്കെ ഒരു തർക്കമില്ല. മാത്രമല്ല മറ്റേ കല്യാണം ഉറപ്പിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒക്കെ വിഷമമുണ്ട്. എന്തായാലും ഇതിലൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ മുമ്പ് അമ്മയുടെ അടുത്തേക്ക് മകൻ സുരക്ഷിതനായി എത്തുക എന്നുള്ളതാണ്. അത് അല്പസമയം എത്തിയതിനു ശേഷം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, ഇന്നലെ രാത്രിയൊക്കെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും വലിയ മഴ പ്രതീക്ഷിക്കണം, അങ്ങനെയല്ലേ? ഹാഷ്മി, ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്നലെയും അതുപോലെ ഇന്നുമൊക്കെ 7 ജില്ലകളിൽ നേരത്തെ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് രാവിലെ നൽകിയ മുന്നറിയിപ്പിലും 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചിട്ടുണ്ട്. അത് ജില്ലകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് ആ മഴയുടെ തോത് കുറയുന്നു, അതിന്റെ തീവ്രത കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ മുതൽ ജില്ലകൾക്കൊന്നും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമില്ല. ഇന്ന് എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ശക്തമായതോ ഒറ്റപ്പെട്ട ശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈകുന്നേരവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ തീരത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് മറ്റ് വിലക്കൊന്നും ഏർപ്പെടുത്തി മഴ പെയ്യും കുടയെടുക്കാൻ മറക്കണ്ട. അതായത് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ആ ഇടപെടലിന്റെ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ആ സംരക്ഷണം ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല ഇതുവരെ ഇത് ധാരാളം വസ്തുതകൾ ഇപ്പോഴും ഗവൺമെന്റ് മറച്ചു പിടിക്കുകയാണ്, പൂഴ്ത്തിവെക്കുകയാണ്. അപ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കാനും വേട്ടക്കാരോടൊപ്പം നിൽക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിൽ FIR ഇട്ട് അന്വേഷണം നടത്തണം, റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം. എന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ. അതിന് ഇനി അമാന്തം കാണിക്കാൻ പാടില്ല.
ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്താണ്, ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ട സന്ദർഭമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നടത്തിയ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റിപ്പോർട്ടിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഇനിയും പൂർണ്ണ പരിഹാരമായിട്ടില്ല. പൈപ്പ് ലൈനിൽ വായു നിറഞ്ഞത് കാരണം ചിലയിടങ്ങളിൽ ഇനിയും കുടിവെള്ളം എത്തിക്കാനായിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല എന്ന് നാട്ടുകാർ ഇപ്പോഴും പരാതിപ്പെടുകയാണ്. 10 ലക്ഷം രൂപയിൽ താഴെയുള്ള അറ്റകുറ്റപ്പണിയായതിനാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ ആരും വിവരമറിഞ്ഞില്ലെന്നാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. 44 വാർഡുകളിലെ 5 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മേൽനോട്ടക്കുറവുണ്ടായി. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവായിരുന്നു തടസ്സം. പുതിയ പൈപ്പുകൾ കുഴിച്ചിടുന്നതിലും പമ്പിംഗ് നടത്തുന്നതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ജലവിതരണം നടത്തണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെടാത്തത് ഗുരുതര വീഴ്ച. വിശദമായ അന്വേഷണം നടത്താനാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. സർക്കാരും ജല അതോറിറ്റിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. കുടിവെള്ള വിതരണം നിർത്തിവെച്ചുള്ള അറ്റകുറ്റപ്പണികൾക്കും പൈപ്പ് പൊട്ടുമ്പോഴുള്ള അടിയന്തര ജോലികൾക്കും പൊതുമാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ജല അതോറിറ്റി തീരുമാനിച്ചു. നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉന്നതതല യോഗം വിളിച്ചു. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ആവശ്യത്തിന് മുന്നറിയിപ്പും ബദൽ സംവിധാനങ്ങളും ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളും തയ്യാറാക്കും. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ വീഴ്ച എന്നാണ് പറയുന്നത്. കുടിവെള്ളം മുട്ടിച്ച് നഗരവാസികളിൽ മുട്ടിച്ച് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമൊന്നും ജല അതോറിറ്റി അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. സംഭവത്തിൽ അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം വിളിച്ച് വിവരങ്ങൾ തേടി. പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയാണ്, ജല അതോറിറ്റി മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ ജലസേചന വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല, കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരാണ് എന്നും പറയുകയാണ്. വിപിൻ സി വിജയൻ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വിപിൻ, എന്താണ് നമ്മൾ ഈ തിരോധാന വാർത്ത കൊടുത്തു, അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ അന്വേഷണത്തിൽ വലിയ സഹായകരമായി എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി എന്നുള്ളതാണ് ഇതിലൊക്കെ പ്രധാനം. വിപിൻ, അതെ അഷ്മി, പറഞ്ഞതുപോലെ തന്നെ പല ചോദ്യങ്ങളും ബാക്കിയാണ്. എങ്കിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളായി എവിടെയാണ് വിഷ്ണുജിത്ത് എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പല വഴിക്കുള്ള അന്വേഷണങ്ങൾ, അതിൻ്റെ ഇടയിലാണ് CCTV ദൃശ്യങ്ങൾ വരുന്നു, കോയമ്പത്തൂരിലേക്ക് പോയി എന്നറിയുന്നു. ഈ വീട്ടുകാരെ സംബന്ധിച്ചുണ്ടാവുന്ന ഒരു ടെൻഷൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സഹോദരി ചേരുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ വിളിച്ചപ്പോഴായിരുന്നല്ലോ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞത്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി. പിന്നെ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പം നമുക്ക് സന്തോഷമാണ്, കാരണം അവനെ കണ്ടു കിട്ടിയല്ലോ. ഇനിയിപ്പം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ ബാക്കി എന്താന്നുള്ളത് ഇതൊക്കെ. അതെ അതെ. ഇന്നലെ ആരാ വിളിച്ചിരുന്നത്? അനിയത്തി ഉണ്ടായിരുന്നു. അമ്മാവന്റെ മോള് ഇന്നലെ അമ്മാവര് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ രണ്ടും പേര് ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു നോക്കിയതാണ്. അപ്പോൾ പോയ അന്ന് മുതൽ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു? അതെ, നമ്മൾ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പോലീസ് അതിനുശേഷം നിങ്ങളെ ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതെ അതെ, അവര് അതിനുശേഷമാണ് ഇപ്പൊ SP സാറ് വിളിച്ചു പറഞ്ഞത്. അവര് വളരെ ഇതായിട്ട് തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി അത് കിട്ടി, ഇന്ന് രാവിലെ തന്നെ അവർ കണ്ടുപിടിച്ച് ഇത് കിട്ടണം. അവരുടെ സൈഡിൽ നിന്ന് നന്നായിട്ടുള്ള അന്വേഷണമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് അതെ തീർച്ചയായിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള നമ്മുടെ ഇക്കയാണ് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന കുഞ്ഞു എന്ന് പറയുന്ന ഇക്കയാണ്. എല്ലാവരിലും നമ്മളോട്ട് എത്തിച്ചതും എല്ലാവരും ഇക്കനോടാണ് നമ്മൾ ഇതായിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് വേറെ ആരുമായിട്ട് അങ്ങനെ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പോലീസിന്റെ സഹായത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ കുഞ്ഞു എന്ന് പറയുന്നത് നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു. ആ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടോ? ഇനി എന്താണ്? അവർക്കും വലിയ ആശ്വാസമായിട്ടുണ്ടാവുക? അത് ഇനിയിപ്പോൾ അവരുടെ കാര്യം നമുക്കറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അവൻ വന്നതിന് ശേഷം ബാക്കി നമ്മൾ വിവാഹത്തിന്റെ കാര്യം എന്താണെങ്കിലും അതൊക്കെ ഇനി നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ. എന്തിനാ പോയെന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കണം അല്ലേ ഈ ഒരു നിർണായക സമയത്തല്ലേ? അല്ല അച്ഛാ, ഹാപ്പി ആയില്ലേ? രാവിലെ ഞാൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഹാപ്പി. ഇപ്പോ ഇനിയിപ്പോ എവിടേക്കാ? പോലീസ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുവരുന്നത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്കാണെന്നാ പറഞ്ഞത്. അവിടെ സുരക്ഷിതനാണ്, അപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. അവിടെ 2 ടീമായിട്ട് തന്നെ പോലീസ് അവിടെ ഉണ്ട്.
അസ്പി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ സഹോദരിയാണ് വിളിച്ചത്. വിളിച്ച സമയത്താണ് ആ ഫോൺ റിങ് ചെയ്തത്. ആ റിങ് ചെയ്തതും അത് പോലീസിനെ വിവരം അറിയിച്ചതുമാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായത്. അങ്ങനെയാണ് ഊട്ടി കൂനൂർ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതും അവിടം കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നതും ഒടുവിൽ ഇപ്പോൾ വിഷ്ണുജിത്തിനെ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. SP പറഞ്ഞതുപോലെ തന്നെ സുരക്ഷിതനാണ്. തീർച്ചയായിട്ടും മറ്റ് രീതികളിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളുമില്ല. ഇനി ഇങ്ങോട്ടേക്ക് മലപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ SP ഒക്കെ സംസാരിക്കുമ്പോൾ മകനെ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? സന്തോഷം. നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇനി ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ. ഒന്നും ചോദിക്കില്ലെന്ന് SP ഉറപ്പൊക്കെ തന്നില്ലേ? തന്നു. ഇനി വന്നിട്ട് ചോദിക്കണോ അല്ലേ എന്താണെന്ന്? എന്തിനാ പോയത്, എന്താണ് അവന്റെ പ്രശ്നം? കുറച്ച് ടെൻഷനുള്ള കുട്ടിയായിരുന്നോ? അവന് എനിക്കും പെട്ടെന്ന് ടെൻഷൻ വരും. അതേപോലെ തന്നെ അവനും വേഗം ടെൻഷൻ വരും. ടെൻഷൻ വന്ന് അവിടെ ഇങ്ങനെ എന്തോ ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. കല്യാണത്തിന്റെ സാമ്പത്തിക കാര്യമൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ആയതായിരിക്കും. കല്യാണം ലാസ്റ്റ് ആയപ്പോ അവന് ടെൻഷൻ ഉണ്ട്. പണികളൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നടക്കുമ്പോ, കാരണം ആരെ കയ്യിലും നീക്കിയിരിപ്പില്ല, ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തു പോവുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഊട്ടിയിൽ എന്തിനാ പോയത്? അവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും ഇല്ലല്ലോ അല്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? ഊട്ടിയിൽ പോവാ എന്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ, അവന് ഓരോ ലൊക്കേഷൻ നമ്മൾ പറയുമ്പോ അവിടെ ഒന്ന് മാറിപ്പോകുന്നത്, അങ്ങനെ ഊട്ടിയിൽ എത്തിയതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മളെ ഇവിടുന്ന് പാലക്കാട് വെച്ച് അവന് ലൊക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ ന്യൂസ് അവൻ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നുണ്ടാവും. അതനുസരിച്ച് അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ലൊക്കേഷൻ പറയണ്ട, ഇനി ലൊക്കേഷൻ പറഞ്ഞ അവൻ ഊട്ടിയിൽ നിന്ന് മാറുന്നു. വരും എനിക്കറിയായിരുന്നു, കാരണം അവൻ എന്നിട്ട് പോകൂല. ഹാഷ്മി, ഇതൊരമ്മയുടെ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാണെങ്കിലും അവൻ തിരിച്ചു വരുമെന്നുള്ളത്, അതിനുള്ളൊരു വഴിക്കണ്ണുമായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ 6 ദിവസമായി അമ്മ ജയ നടത്തിയത്. ഒപ്പം നമ്മളെല്ലാവരും തന്നെ പരമാവധി എവിടെയാണ് വിഷ്ണുജിത്ത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓരോ വഴിക്കും ഇവിടെ നിന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോലീസിന്റെ ഒരു നിർണായകമായ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. കാരണം പാലക്കാടുണ്ട്, അവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക്, ഊട്ടിയിലേക്ക് ഒക്കെ മാറുന്നു എന്ന് പറയുമ്പോഴും പോലീസ് ജാഗ്രതയോടെ തന്നെ ഈ കേസിൽ ഇടപെടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഫോൺ ബെല്ലടിച്ചു എന്നുള്ള വിവരം പോലീസിന് കൈമാറിയ ഉടൻ തന്നെ പോലീസ് അവിടേക്ക് എത്തുകയും ഇപ്പോൾ അത് ട്രേസ് ചെയ്യാനും സാധിച്ചിരിക്കുന്നത്. വിഷ്ണുജിത്ത് സുരക്ഷിതനാണ് എന്നുള്ളതാണ് SP പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടി പോയി എന്നുള്ള മറ്റ് കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഇനി അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചോദിക്കണം. ഈ വാർത്തയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഒരു കുഞ്ഞു ഇക്ക എന്ന് പറയുന്ന അവരൊക്കെ സഹായിച്ച കാര്യമൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചേർന്ന് സഹായിക്കലാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ, ഒരു രീതി. മലപ്പുറത്ത് കാണാതെ വിഷ്ണുജിത്തിനെ ഊട്ടി കൂനൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. 4 ദിവസമായി കാണാതിരിക്കുകയായിരുന്നു. വീട്ടിലിപ്പോൾ വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, നേരത്തെ SP സംസാരിക്കുമ്പോൾ സേഫായി നമ്മുടെ പോലീസ് സംഘത്തിന്റെ കൂടെ തന്നെ ഉണ്ട് വിഷ്ണുജിത്ത് എന്ന് സ്ഥിരീകരിച്ചതാണ്. എങ്കിലും അവരാരെങ്കിലും വീട്ടിൽ വിളിച്ചോ? ഒന്ന് ഫോണിൽ വിളിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, പോലീസുകാർ കൈമാറിയിട്ടുള്ള വിവരം മാത്രമാണുള്ളത്. SP വീട്ടുകാരെ വിളിക്കുകയും സുരക്ഷിതമാണ് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. വിഷ്ണുജിത്തിനെ എത്തിക്കുന്ന ഒരു സമയം ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇപ്പോൾ FIR ഇട്ട ഒരു കേസായതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ വീട്ടുകാർക്കൊപ്പം വിഷ്ണുജിത്തിനെ വിടുമെന്നുള്ള വിവരവുമാണ് കൈമാറിയിരിക്കുന്നത്. മറ്റ് സംസാരിക്കുന്നതിനൊക്കെയുള്ള സാധ്യതകൾ നിലവിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ അവിടെയുള്ള SP-യുമായിട്ടും അതുപോലെ തന്നെ DYSP ഒക്കെ ആയിട്ടും സംസാരിക്കുന്നുണ്ട്. നേരത്തെ ആഷ്മി നമ്മോട് ഈ സഹോദരി സംസാരിച്ചപ്പോൾ അവരാരും തന്നെ ഈ വീട്ടിൽ ഉള്ള ആളുകളല്ല, അല്ലെങ്കിൽ ഇവിടെ സ്ഥിര താമസമുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം, ഇവിടുത്തെ ഇപ്പോൾ ഇതിന് ചുറ്റുവട്ടം പരിസരം ഒന്നും തന്നെ അധികം പരിചയമില്ലാത്ത ആളുകളാണ്. പെട്ടെന്ന് തന്നെ അവരുടെ ഒരു സഹോദരനെ കാണാതാവുന്നു, അതും വിവാഹത്തിന്റെ തലേദിവസമൊക്കെ കാണാതാവുന്നു. മറ്റൊരു വിവരങ്ങളും എവിടെ നിന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർക്കൊപ്പം നിന്ന് ഈ കേസിന് ഒപ്പം തന്നെ നിന്ന ഒരു ആളായിട്ട് നേരത്തെ സഹോദരി പറയുന്നുണ്ടായിരുന്നു, ഒരു കുഞ്ഞു എന്നുള്ള ആ കുഞ്ഞുമാണ് നമ്മളുടെ കൂടെ ചേരുന്നത്. നിങ്ങളുടെ ഒരു ഇടപെടൽ ഈ കേസിനെ സംബന്ധിച്ചിട്ട് വലിയ ഗുണമായി എന്നുള്ളത് ഇപ്പോൾ ഈ സഹോദരി ഉൾപ്പെടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് എത്തുന്നത്? SP-യെ കാണാനൊക്കെ നിങ്ങളാണോ കൂടെ ചെന്നത്? ഞാനാണ് കൂടെ ചെന്നത്. ഞാൻ എത്തിയത് ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ MD-ൻ്റെ സുഹൃത്താണ്. അയാൾ വഴിയൊരു ഫോൺ കോൾ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്തു. പിന്നീട് മീഡിയകളിൽ വന്ന
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SP സാർ ഇതിൽ ഇടപെട്ടു. അങ്ങനെ അവരായിട്ട് ഫാമിലി ഞാൻ അവിടെ കൊണ്ടുപോയി സംസാരിച്ചു. അതിലെടുത്ത് പറയേണ്ട SP സാർ ഇടപെടൽ നല്ലൊരു ഇടപെടലാണ്. ഈ പിന്നെ ഇവിടുത്തെ ഈ സഹോദരിയൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കാണാനൊക്കെ ഉള്ളൊരു സൗകര്യം സൗകര്യം ഞായറാഴ്ച ആയിട്ടും കൂടി സാറ് കാണാൻ തയ്യാറായത് വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഇവർക്ക് ഇവിടെ കാര്യമായിട്ട് ആരുമില്ല, ആർക്കും പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ 3/4 മണിക്കൂറോളം സാറ് അതിന് മനസ്സ് കാണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പൊതുവേ പോലീസിനൊരു മോശപ്പെട്ട പേരാണെങ്കിലും പക്ഷെ നമ്മൾ ഓരോ കേസ് ഇടപെടുമ്പോൾ നമ്മളോട് ഒരു മര്യാദയിൽ ഇടപെടുമ്പോൾ നമുക്ക് വളരെയധികം അതുകൊണ്ട് ഇത് കിട്ടിയെന്ന് എല്ലായിടത്തും കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ കണ്ടെത്താനും സാധിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒരു സഹായം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ അനുഭവിക്കുന്നൊരു വേവലാതിയും ഒരു ആശങ്കയും ഒക്കെ അതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കാരണം ഞായറാഴ്ച വിവാഹം നടക്കാൻ നിൽക്കുന്നു, വരനെ കാണാനില്ല, അവരാരോട് പരാതി പറയും, അത് എത്രത്തോളം എവിടെ ചെന്ന് പറയണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഈ കുടുംബത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ എല്ലാ സഹായവും കുഞ്ഞു ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സഹായ ഹസ്തങ്ങൾ വളരെ സന്തോഷകരമായാണ് നമുക്ക്. എന്തായാലും വിഷ്ണു ഉണ്ടാക്കിയ പുകല് ചേർന്നല്ല. അപ്പോൾ നാട്ടിന് വന്നതിന് ശേഷം അമ്മ എന്തായാലും ചോദിക്കും എന്തിനു പോയി എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ മാത്രമേ വ്യക്തമായിട്ട് അറിയുകയുള്ളൂ. പോലീസും ചെറുതായിട്ട് അമ്മ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ അരുത് എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അന്വേഷിക്കാതിരിക്കില്ലല്ലോ. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ തൽക്കാലം നമ്മുടെ ഉച്ചവാർത്തായാത്ര പൂർണ്ണമാവുന്നു. ഇനി